തിരുവനന്തപുരം മ്യൂസിയം പരിസരത്ത് 5 പേരെ കടിച്ച തെരുവുനായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. പാലോട് SIEDയിൽ അയച്ചു നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരിച്ചത്. മ്യൂസിയം പരിസരത്തുണ്ടായിരുന്ന മറ്റു തെരുവുനായകളെ തിരുവനന്തപുരം കോർപ്പറേഷൻ ABC സംഘം പിടികൂടി ക്വാറന്റൈനിലേക്ക് മാറ്റി. സനിസ ശോഭാചന്ദ്രനുടെ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. സനിസ, ഈ മൃഗശാല അധികൃതർ സംഭവത്തിൽ എന്താണ് പറയുന്നത്? പക്ഷെ ഇന്ന് രാവിലെ 8 മണിയോടെയാണ് ഈ തെരുവുനായ ഈ മ്യൂസിയം കോമ്പൗണ്ടിലേക്ക് കയറി അവിടുത്തെ കോമ്പൗണ്ടിനുള്ളിലെ നായകളെയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെയും ആക്രമിച്ചത്. 5 പേർക്കാണ് ഇത്തരത്തിൽ തെരുവുനായയുടെ കടിയേറ്റത്. അവിടെ മ്യൂസിയം കോമ്പൗണ്ടിലുള്ള നായകൾക്കും ഇത്തരത്തിൽ കടിയേറ്റിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഈ തെരുവുനായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ തന്നെ കുറച്ചു സമയം കഴിഞ്ഞ് പാലോട് SIDയിലേക്ക് ഈ തെരുവുനായയുടെ മൃതദേഹം അയക്കുകയായിരുന്നു. പേവിഷബാധയുണ്ടോ, അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം മുതൽ നടത്തേണ്ട ഒരു സ്ഥിതിയായിരുന്നു. ഇപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുപോലെ തന്നെ റാബിസിന്റെ അടുത്ത ടെസ്റ്റിന്റെയും വിവരം പുറത്തു വന്നിരിക്കുകയാണ്. ഈ നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇത് കടിച്ചത് കൊണ്ട് തന്നെ മ്യൂസിയം പരിസരത്തുണ്ടായിരുന്ന മറ്റു തെരുവ് നായകളെ തിരുവനന്തപുരം കോർപ്പറേഷൻ ABC സംഘം പിടികൂടി ഇപ്പോൾ ക്വാറന്റൈനിലേക്ക് മാറ്റി. ഇവയ്ക്ക് വാക്സിൻ നൽകും. എന്നാൽ മൃഗശാലയിലെ മറ്റു മൃഗങ്ങൾ സുരക്ഷിതരാണെന്നും അവർക്ക് യാതൊരുവിധ പരിക്കോ മറ്റോ ഒന്നും ഏറ്റിട്ടില്ലെന്നുമാണ് മൃഗശാല അധികൃതർ നൽകുന്ന വിവരം. വർഷ. ശരി സനസ.